കേരള നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പശ്ചാത്തലങ്ങളെല്ലാം പുറത്തുവരികയാണ്. നമ്മുടെ MLA-മാരിൽ എത്ര പേർക്ക് കേസുകളുണ്ട്, എത്ര പേർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്, ഏതുവരെ പഠിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് പ്രാഥമിക വിദ്യാഭ്യാസമുണ്ട്, ഇങ്ങനെ പല ആകാംക്ഷകളും വോട്ട് ചെയ്ത നമുക്കുണ്ടാകുമല്ലോ. ആ ഉത്തരമാണ് ഇത്. തിരഞ്ഞെടുക്കപ്പെട്ട 140 പേരിൽ 135 പേരുടെ ഒരു പഠനം നടത്തുകയുണ്ടായി. MLA-മാരിൽ 32 പേരുടെ വിദ്യാഭ്യാസം 12ാം ക്ലാസ്സിൽ താഴെയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ബിരുദം, ബിരുദാനന്തര ബിരുദവുമൊക്കെയുള്ള ആളുകൾ MLA-മാരായി വന്നപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ നിയമസഭാ സാമാജികർ ഉള്ളത് തമിഴ്നാട്ടിലാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കേരളത്തിലേക്ക് വന്നാൽ ആകെ 140 പേരിൽ 32 പേർ 8 മുതൽ 12ാം ക്ലാസ് വരെ മാത്രം പഠിച്ചവരാണ്. ഇതിൽ 8ാം ക്ലാസ് യോഗ്യതയുള്ള 4 പേരും 10ാം ക്ലാസ് പാസ്സായ 13 പേരും +2 മാത്രമുള്ള 14 പേരും ഉൾപ്പെടുന്നുണ്ട്. ബിരുദം നേടിയവർ 27 പേർ, പ്രൊഫഷണൽ ബിരുദം 37 പേർക്കുണ്ട്. ബിരുദാനന്തര ബിരുദം നേടിയവരുടെ എണ്ണം 33 ആണ്. ഒരു ഡോക്ടറേറ്റ് നേടിയ ആളും 5 ഡിപ്ലോമക്കാരും സഭയിലുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസമുള്ള ഒരാളും കൂടിയതാണ് നമ്മുടെ ഈ നിയമസഭ. ഇനി 140 പേരിൽ 114 പേർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. വിദ്യാഭ്യാസത്തിൽ അല്പം ചിലതൊക്കെ പിറകിലാണെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ക്രിമിനൽ കേസിൽ അല്പം കൂടുതൽ ഈ 2026 നിയമസഭയിൽ ആളുകളുണ്ട് എന്നതാണ്. 97 പേരായിരുന്നു ആകെയുള്ള നിയമസഭാ സാമാജികർ കഴിഞ്ഞ നിയമസഭയിൽ ക്രിമിനൽ കേസിൽ പ്രതികളായതെങ്കിൽ 140-ൽ 114 പേർ ഈ നിയമസഭയിൽ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഇത് ഇപ്പോൾ ആകെയുള്ള MLA-മാരുടെ 84% എന്നോർക്കണം. ഗുരുതര ക്രിമിനൽ കുറ്റം ചുമത്തിയവരുടെ എണ്ണവും മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. 2021 ഇത് 37 ആയിരുന്നിടത്ത് നിന്നാണ് 2026 77 ഉയരുന്നത്. ഒരാളുടെ പേരിൽ കൊലപാതകവും മറ്റൊരാളുടെ പേരിൽ കൊലപാതക ശ്രമവുമുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന്റെ പേരിൽ 3 പേരുടെയും ഒരേ സ്ത്രീയെ 3-ലധികം തവണ പീഡിപ്പിച്ചതിന് ഒരാളുടെ പേരിലും കുറ്റം ചാർത്തപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് 53 പേർ, CPM-ൽ നിന്ന് 20 പേർ, മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് 20 പേർ, CPI 8, കേരള കോൺഗ്രസ് 6 എന്നിങ്ങനെയാണ് പാർട്ടി തിരിച്ചുള്ള ക്രിമിനൽ കേസിൽ അംഗങ്ങളായ MLA-മാരുടെ എണ്ണം. BJP, RSP, കേരള കോൺഗ്രസ്, ജേക്കബ്, RMP എന്നീ പാർട്ടികളുടെ MLA-മാരുടെ പേരിലും ക്രിമിനൽ കേസുകളുണ്ട്. MLA-മാരുടെ സാമ്പത്തിക നില പരിശോധിച്ചാൽ വിജയിച്ചവരിൽ ഭൂരിഭാഗവും കോടീശ്വരന്മാരാണ്. ആകെ 93 പേർ കോടീശ്വര പട്ടികയിലുണ്ട്. 15 പേർക്ക് 10 കോടിക്ക് മുകളിൽ ആസ്തിയുള്ളപ്പോൾ 14 പേർ 5-നും 10-നും ഇടക്ക് കോടികളുടെ ആസ്തിയുള്ളവരാണ്. 64 പേർ 1-നും 5 കോടിക്കുമിടയിൽ ആസ്തിയുള്ളവരാണ്. 20 ലക്ഷം മുതൽ 1 കോടി വരെ ആസ്തിയുള്ളവർ 38 പേരാണ്. 20 ലക്ഷത്തിൽ താഴെയുള്ളവർ വെറും 4 പേരുമാണ്. 135 MLA-മാരുടെ കൂടി ആകെ ആസ്തി 937 കോടി രൂപയാണ്. 2021 ശരാശരി MLA-മാരുടെ ആസ്തി 3.12 കോടിയാണെങ്കിൽ ഇത്തവണ അത് 6.94 കോടിയാണ്. ഇനി സാമാജികരുടെ പ്രായമാണ്. 40 വയസ്സിൽ താഴെയുള്ളവർ 15 പേർ മാത്രമാണ്. എന്നാൽ 61 മുതൽ 85 വരെയുള്ളവർ 41 പേരാണ്. 41-നും 50-നും ഇടയിലുള്ളവർ 35 പേർ, 51-നും 60-നും ഇടയിലുള്ളവർ 40 പേർ എന്നിങ്ങനെയാണ് സാമാജികരായ MLA-മാരുടെ പ്രായവും കണക്കും. ഏതായാലും ഈ MLA-മാർ ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കട്ടെ. നാടിന് ഉപകാരമുള്ള പദ്ധതികളെല്ലാം ഇവർ ആസൂത്രണം ചെയ്യട്ടെ. ഇത്തവണ MLA-മാരായ ആളുകളുടെ ആസ്തി അടുത്ത ഒരു വിലയിരുത്തലിന് നമ്മൾ വിധേയമാക്കുമ്പോൾ അത് കൂടുമോ കുറയുമോ എന്നതാണ് സ്വാഭാവികമായിട്ടും ജനത്തിന് ചോദിക്കുവാനുള്ളത്. ഏതായിരുന്നാലും MLA-മാരുടെ വിദ്യാഭ്യാസം, ക്രിമിനൽ പശ്ചാത്തലങ്ങൾ, ഒപ്പം തന്നെ പ്രായം എല്ലാം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു. ഇനി MLA-മാർ വളരെ എളുപ്പത്തിൽ പദ്ധതികളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. Waytonikah.com, the exclusive Muslim matrimonial site.